ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നല്ല പഞ്ഞി പോലെ ഉള്ള പാലപ്പത്തിൻ്റെ കൂടെ സ്വാദിഷ്ടമായ ഒരു മഷ്റൂം റോസ്റ്റാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ബട്ടൺ മഷ്റൂം വെച്ചാണ് നമ്മളിത് റോസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ആ കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യണേ. അപ്പോൾ ബട്ടൺ മഷ്റൂം എല്ലാം തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് 4ആയിട്ട് മുറിച്ച് മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്, ഒട്ടും വെള്ളമില്ലാതെ. ഇനി ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ ഒരു 4-5 വെളുത്തുള്ളി തീരെ പൊടിയായിട്ട് അരിഞ്ഞത്, 2 മീഡിയം സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 3 തണ്ട് കറിവേപ്പില. പാൻ നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാനിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് സവാള അരിഞ്ഞത് ആദ്യം ചേർത്ത് കൊടുക്കാം. സവാള ഒരുവിധം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനും ബീഫും ഒന്നും കഴിക്കാൻ വയ്യാത്തവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് അതേ ഗുണം എല്ലാം ഏറെ ഉള്ളതാണ് ഈ മഷ്റൂം ഇങ്ങനെ സ്വാദിഷ്ടമായിട്ട് കറി വെച്ചാൽ വളരെ നല്ലതാണ്. അങ്ങനെയുള്ളവർക്കത് കൂട്ടാം, അല്ലാത്തവർക്കും ഏറെ നല്ലതാണ്. ഇപ്പോൾ കൊളസ്ട്രോൾ കുറയാനും ക്യാൻസർ വരാതിരിക്കാനും ഒക്കെ അങ്ങനെ ഒത്തിരി മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ളതാണ് മഷ്റൂം എന്ന് നമുക്കറിയാം. അപ്പം തയ്യാറാക്കി എടുക്കാനാണെങ്കിൽ വളരെ ഈസിയാണ്. അപ്പോൾ സവാള നമ്മളൊന്ന് വഴന്ന് വരാനായിട്ട് അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം, പച്ചമുളകും. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്തു. ഇതെല്ലാം ഇങ്ങനെ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് വഴറ്റി ഈ ഒരു കളറാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയൊന്ന് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് വഴറ്റാം. അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇനി 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത് വീട്ടിൽ തന്നെ നമ്മൾ തയ്യാറാക്കിയ ഗരം മസാലപ്പൊടിയാണ്. അപ്പോൾ അതുകൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റാം. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുള്ളത് കൊണ്ട് പിരിയൻ മുളകിൻ്റെ പൊടിയാണ് നമ്മൾ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. ഒരു കളറിന് വേണ്ടിയിട്ടാണ്, നല്ല കൊഴുപ്പുമുണ്ട്. അപ്പം പിരിയൻ മുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് നമുക്ക് എല്ലാം കൂടെ 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ പൊടികളുടെ പച്ചമണം എല്ലാം നന്നായിട്ടൊന്ന് മാറും. അപ്പം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മഷ്റൂം ചേർത്ത് കൊടുക്കാം. മഷ്റൂമും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കാം. മസാലയെല്ലാം ഇതിൽ നന്നായിട്ട് പിടിക്കുന്നത് പോലെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. 1 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോഴത്തേക്കും മസാലയെല്ലാം നന്നായിട്ട് ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അല്പം കഴിയുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ ഇത് വേകാൻ ആവശ്യമായ ഒരു 1/2 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത്. ചൂടുവെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം. മഷ്റൂമിന് അധികം വേവില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ ഗ്രേവി കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നാലും ഒരു റോസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ അല്പം പെരണ്ടിരിക്കുന്ന ഒരു പരുവത്തിലാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. നമുക്ക് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിരുന്ന് നന്നായിട്ട് തിളച്ച് മഷ്റൂമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നല്ല തിക്ക് ഗ്രേവി വേണമെന്നുള്ളവർക്ക് അല്പം തേങ്ങാപ്പീരയും ഒരു 5-8 കാഷ്യൂസും കൂടെ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അല്പം വെള്ളത്തിൽ കലക്കി അത് ഈ സമയത്ത് ചേർത്ത് തിളപ്പിച്ച് എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിലാണിത് വാങ്ങുന്നത്. അപ്പോൾ ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഒന്ന് ട്രൈ ചെയ്യണേ. താങ്ക്